നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 തുല്യതയുടെ ചരിത്രത്തിലെ ഒരു ചോദ്യപേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. ഇവിടെ നമ്മൾ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത്. 5 മാർക്കിൻ്റെ 3 ചോദ്യങ്ങളുണ്ട്. 3 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. നമുക്കറിയുന്ന ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. 27ാമത്തെ ചോദ്യം. ടാറ്റിസ് എന്ന് പറയുന്ന ഇദ്ദേഹം റോമാ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന ഒരു ചരിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം സൂചിപ്പിച്ച ആദിമ റോമാ സാമ്രാജ്യത്തിലെ സാമൂഹ്യ ശ്രേണികളെ വിശദമാക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇദ്ദേഹം റോമിലുണ്ടായിരുന്ന ചരിത്രകാരനാണെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ റോമിലുണ്ടായിരുന്ന വിഭാഗങ്ങൾ 5 വിഭാഗങ്ങളാണെന്നാണ് ഇദ്ദേഹം വിലയിരുത്തുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ 28ാമത്തെ പേജിലാണ് ഇതിൻ്റെ ഉത്തരം കൊടുത്തിരിക്കുന്നത്. 28ാമത്തെ പേജിൽ 2ാമത്തെ അധ്യായത്തിലെ 28ാമത്തെ പേജിലാണ് ടാറ്റിസത്തിൻ്റെ സാമൂഹിക ശ്രേണികളെക്കുറിച്ച് പറയുന്നത്. 1. സെനറ്റന്മാർ. അവർ ശക്തരും സമ്പന്നരുമായ ഇറ്റാലിയൻ കുടുംബാംഗങ്ങളായിരുന്നു. 2. അശ്വാരൂഢ വിഭാഗത്തിലെ പ്രമുഖർ. അവരായിരുന്നു ഉടമകൾ. ഭൂമിയുടെ ഉടമസ്ഥരായിരുന്നത് 2ാമത്തെ വിഭാഗമായിരുന്ന അശ്വാരൂഢ വിഭാഗത്തിലെ പ്രമുഖരായിരുന്നു. 3ാമത്തേത് ഒരു ആദരണീയ വിഭാഗമായിരുന്നു. സമൂഹത്തിൽ ഓരോ തട്ടുകളാണ് പറയുന്നത്. സമൂഹത്തിലുണ്ടായിരുന്ന ഓരോ വിഭാഗങ്ങളാണ് പറയുന്നത്. ഏറ്റവും മുകളിൽ സെനറ്റന്മാർ, അവർക്ക് താഴെ അശ്വാരൂഢ വിഭാഗത്തിലെ പ്രമുഖർ, 3ാമതായത് ആദരണീയ വിഭാഗം. അതിൽ ഉൾപ്പെടുന്നത് അവിടുത്തെ മധ്യവർഗം, ഉദ്യോഗസ്ഥർ, വ്യാപാരികൾ, അവരെല്ലാം ഉൾപ്പെടുന്നത് ഈ മധ്യവർഗം ഉൾപ്പെടുന്ന അല്ലെങ്കിൽ 3ാമത്തെ വിഭാഗമായ ആദരണീയ വിഭാഗം. 4. ഹ്യൂമിലിയോർസ്. കിയാള വർഗം അഥവാ ഗ്രാമങ്ങളിലെ പണിക്കാർ, തൊഴിലാളികൾ, താൽക്കാലിക തൊഴിലാളികൾ, അവരെല്ലാം ഉൾപ്പെടുന്നത് 4ാമത്തെ വിഭാഗമായിരുന്ന ഹ്യൂമിലിയോറസ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. ഹ്യൂമിലിയോറസ് എന്ന് പറയുന്ന വിഭാഗം 4ാമത്തെ വിഭാഗമാണ്. ഏറ്റവും അവസാനമായിട്ട് കിടക്കുന്നത് അടിമകൾ എന്ന് പറയുന്ന വിഭാഗമാണ്. അടിമകൾ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ. ബാക്കി മുകളിലുള്ള 4 വിഭാഗം ആളുകളെയും സേവിക്കാനായിട്ടുണ്ടായിരുന്ന ആളുകളാണ് അടിമകൾ എന്ന് പറയുന്ന വിഭാഗം. അവർക്ക് കൃത്യമായിട്ടുള്ള ജോലിക്കനുസരിച്ചിട്ടുള്ള ശമ്പളമോ അല്ലെങ്കിൽ അവർക്ക് വേതനമോ വസ്ത്രമോ ഭക്ഷണമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അടിമകളാണ് സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുണ്ടായിരുന്ന വിഭാഗം. അപ്പോൾ ഇവിടെ പറയുന്നത് ടാറ്റിറ്റസ് എന്ത് ചെയ്യുന്നു? അദ്ദേഹം സാമൂഹ്യ ശ്രേണികളെ 5ആയിട്ട് തരംതിരിക്കുന്നു. 1. സെനറ്റർമാർ, 2. അശ്വാരൂഢ വിഭാഗത്തിലെ പ്രമുഖർ, 3. ആദരണീയ വിഭാഗം, 4. ഹ്യൂമിലിയോറസ്, 5 അടിമകൾ. ഇങ്ങനെയുള്ള 5 തരംതിരിവാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. സെനറ്റർമാർ എന്ന് പറഞ്ഞാൽ ശക്തരും സമ്പന്നരുമായ ഇറ്റാലിയൻ കുടുംബാംഗങ്ങളാണ്. 2ാമത്തെ വിഭാഗമാവുന്ന അശ്വാരൂഢ വിഭാഗത്തിലെ പ്രമുഖർ എന്ന് പറയുന്ന ഉടമകളാണ്. അത് പ്രഭുക്കന്മാരാണത്, ഉടമകൾ. 3. ആദരണീയ വിഭാഗം, മധ്യവർഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരും വ്യാപാരികളും എല്ലാം തന്നെ ഉൾപ്പെടുന്ന വിഭാഗമാണ് 3ാമത്തെ വിഭാഗം. 4. ഹ്യൂമിലിയോറസ്, കിയാള വർഗം അഥവാ ഗ്രാമങ്ങളിലെ പണിക്കാർ, തൊഴിലാളികളും താൽക്കാലികമായിട്ടുള്ള തൊഴിലാളികളെല്ലാം തന്നെ ഉൾപ്പെടുന്നത് ഈ 4ാമത്തെ വിഭാഗത്തിലാണ്. ഏറ്റവും അവസാനത്തെ വിഭാഗമാണെങ്കിൽ 5ാമത്തെ വിഭാഗമാണ് അടിമകൾ എന്ന് പറയുന്നത്. അടിമകൾ. അപ്പോൾ ഇങ്ങനെയുള്ള 5 വിഭാഗങ്ങളെക്കുറിച്ചാണ് ഈ റോമൻ ചരിത്രകാരൻ ഇവിടെ സൂചിപ്പിച്ചത്. അടുത്ത ചോദ്യം. ആസ്ടെക് സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ ചുരുക്കി വിശദമാക്കുക. 28ാമത്തെ ചോദ്യമാണ്. ആസ്ടെക് സംസ്കാരം എന്ന് പറയുന്നത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിലനിന്നിരുന്ന ഒരു സംസ്കാരമാണ് ആസ്ടെക് സംസ്കാരം. കൃത്യമായിട്ട് പറഞ്ഞാൽ മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് നിലനിന്നിരുന്ന ഒരു സംസ്കാരമാണ് ആസ്ടെക് സംസ്കാരം. ആസ്ടെക് സംസ്കാരത്തിൻ്റെ പ്രത്യേകത നമുക്ക് പറയുന്നത് 7ാമത്തെ പാഠത്തിലാണ്. ചെറുത്തുനിൽപ്പും അധിനിവേശം എന്ന് പറയുന്ന 7ാമത്തെ പാഠത്തിലാണ് ആസ്ടെക് സംസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്നത്. പേജ് നമ്പർ 92ാമത്തെ പേജിലാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിടക്കുന്നത്. ഓരോ പേജ് നമ്പറും പറയാനുള്ള കാരണം ആ പേജ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കൃത്യമായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഓരോ ക്വസ്റ്റ്യൻ്റെയും ഉത്തരം വരുന്ന പേജ് നമ്പർ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആസ്ടെക്കുകളുടെ പ്രത്യേകതകൾ. ആസ്ടെക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 12ാം നൂറ്റാണ്ടോടുകൂടി ആസ്ടെക് വിഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു? വടക്ക് പ്രദേശത്ത് നിന്ന് മെക്സിക്കോയുടെ താഴ്വരത്തെ കുടിയേറി പാർത്ത വിഭാഗങ്ങളായിരുന്നു ആസ്ടെക് വിഭാഗങ്ങൾ. അവിടെ ഉണ്ടായിരുന്ന മറ്റു ഗോത്രങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു? തോൽപ്പിച്ച് ഇവരുടെ ഒരു സമൂഹത്തിൻ്റെ വിസ്തൃതി വ്യാപിപ്പിച്ച ഒരു വിഭാഗമായിരുന്നു ആസ്ടെക്. പ്രഭുക്കന്മാർ, യോദ്ധാക്കൾ, പുരോഹിതന്മാർ ഇങ്ങനെ എല്ലാ ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളായിരുന്നു അവിടുത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുണ്ടായിരുന്ന ആളുകൾ. അതേസമയം എന്തായിരുന്നു? സമൂഹത്തിൽ മറ്റു വിഭാഗം ആളുകളുണ്ടായിരുന്നു. ഇവരുടെ പ്രത്യേകതകളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആസ്ടെക് വിഭാഗത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ മെക്സിക്കോ തടാകത്തിൽ എന്ത് ചെയ്യുന്നു? ഇവർ കൃത്രിമമായിട്ട് ദ്വീപുകൾ നിർമ്മിച്ചിരുന്നു.
ആ ദ്വീപുകളെ വിളിക്കുന്ന പേരാണ് ചിനമ്പകൾ. ചിനമ്പകൾ എന്നുള്ള കൃത്രിമ ദ്വീപുകൾ മെക്സിക്കോ തടാകത്തിൽ നിർമ്മിച്ചിരുന്ന വിഭാഗമായിരുന്നു ആസ്ടെക് വിഭാഗം. അതുപോലെ എന്ത് ചെയ്യുന്നു, ആ ദ്വീപുകളിൽ എല്ലാം തന്നെ ഫലഭൂഷ്ടമായിട്ടുള്ള ദ്വീപുകളാണ്. ആ ദ്വീപുകളിൽ അവരൊരു തലസ്ഥാനം സ്ഥാപിക്കുന്നു. ഇവരുടെ ഒരു തലസ്ഥാനം ഈ ചിനമ്പകൾ എന്ന് പറയുന്ന ദ്വീപുകളിൽ സ്ഥാപിക്കുന്നു. ഇവരുടെ തലസ്ഥാനത്തിൻ്റെ പേരാണ് തെനോച്ചിത്തിലാൻ. തെനോച്ചിത്തിലാൻ എന്ന് പറയുന്ന ഇവരുടെ ഒരു തലസ്ഥാനം നമുക്ക് ഈ ദ്വീപുകളിൽ കാണാൻ സാധിക്കുന്നു. അതുപോലെ ഇവർ സൂര്യൻ ദേവനെ ആരാധിച്ചിരുന്നു. സൂര്യനായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി. അതിനുവേണ്ടി നിന്ന് സൂര്യദേവനെ ആരാധിക്കാനായിട്ട് ധാരാളം ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ നിർമ്മിച്ചു വെച്ചിരുന്നു. ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്നത് ഒരു കാർഷിക മേഖലയെ അടിസ്ഥാനമായിട്ടുള്ള സംസ്കാരമായിരുന്നു ആസ്ടെക് സംസ്കാരം. ആസ്ടെക് മാത്രമല്ല, ഇവിടെയുള്ള 3 സംസ്കാരങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്: ആസ്ടെക്, മായൻ, ഇൻക. 3 സംസ്കാരങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. ആസ്ടെക്കിൽ പറയുന്നത് ചോളം, ബീൻസ്, മത്തങ്ങ, ഉരുളക്കിഴങ്ങ് എന്നിവയാണ് പ്രധാനമായിട്ടും ആസ്ടെക് സംസ്കാരത്തിൽ കൃഷി ചെയ്തിരുന്നത്. അതുപോലെ ഭൂമിയുടെ ഭൂമിയുടെ ഉടമകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഗോത്രങ്ങളായിരുന്നു. ഗോത്രങ്ങളാണ് ഭൂമിയുടെ ഉടമസ്ഥരായിട്ട് ആസ്ടെക് വിഭാഗത്തിൽ ഉണ്ടായിരുന്നത്. കർഷകർ അടിമകളെ പോലെ പ്രഭുക്കന്മാരുടെ ഭൂമിയിൽ എന്ത് ചെയ്യുന്നു, കൃഷി ചെയ്തിരുന്നു. അപ്പോൾ അടിമകൾ എന്ന് പറയുന്ന സമ്പ്രദായം ഈ കാലഘട്ടത്തിൽ തന്നെ അവിടെ ആരംഭിച്ചിരുന്നു. കുട്ടികൾക്ക് വിവിധ രംഗങ്ങളിൽ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ പരിശീലനവും നൽകിയിരുന്നു ഈ ആസ്ടെക് എന്ന് പറയുന്ന വിഭാഗം. കുട്ടികൾക്ക് വിവിധ രംഗങ്ങളിൽ വിദ്യാഭ്യാസവും അതുപോലെ പരിശീലനവും നൽകിയിരുന്നു. 16-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ഇവർ ദുർബലമാകാൻ തുടങ്ങി. 12-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ആരംഭിച്ചു. 16-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ദുർബലമാകാൻ തുടങ്ങിയിരുന്ന വിഭാഗമായിരുന്നു ആസ്ടെക് വിഭാഗം. ആസ്ടെക്കിൻ്റെ സവിശേഷതകൾ ചുരുക്കി വിശദമാക്കുക എന്നാണ് പറയുന്നത്. മിനിമം ഏതെങ്കിലും ഒരു 5 പ്രത്യേകതകളെങ്കിലും ഇവിടെ എഴുതണം. അവർ ചിനമ്പകൾ എന്ന് പറയുന്ന കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചിരുന്നു. അവർക്ക് തലസ്ഥാനമുണ്ടായിരുന്നു. സൂര്യനായിരുന്നു പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി. കൃഷിയായിരുന്നു സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം. ചോളം, ബീൻസ് തുടങ്ങിയിട്ടുള്ള വിളകൾ അവർ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഭൂമിയുടെ ഉടമസ്ഥൻ ഗോത്രങ്ങളായിരുന്നു. അടിമകളെ പോലെ കർഷകർ ജോലി ചെയ്തിരുന്നു. വിദ്യാഭ്യാസം നിലനിന്നിരുന്ന ഒരു സംസ്കാരമായിരുന്നു. 16-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ദുർബലമാകാൻ തുടങ്ങി, തകർന്നു തുടങ്ങിയ സംസ്കാരം കൂടിയായിരുന്നു ഈ ആസ്ടെക് സംസ്കാരം. അത്രയാണ് നമുക്ക് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ആസ്ടെക് സംസ്കാരം 92-ാമത്തെ പേജിലാണ് ആസ്ടെക് സംസ്കാരത്തിൻ്റെ ഉത്തരങ്ങൾ കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, വ്യവസായ വിപ്ലവ കാലത്ത് തുണി വ്യവസായ മേഖലയിൽ നടന്ന പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളെ പരിശോധിക്കുക. നമുക്കറിയാം, വ്യവസായ വിപ്ലവം എന്ന് പറയുന്ന ലോകത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിപ്ലവമാണ് വ്യവസായ വിപ്ലവം. ഇംഗ്ലണ്ടിലാണ് അത് ആരംഭിച്ചത്. അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു, ധാരാളം കണ്ടുപിടുത്തങ്ങൾ വിവിധ മേഖലകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തുണി വ്യവസായ മേഖലയിലുണ്ടായ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ് പറയുന്നത്. ഇത് നമുക്ക് 8-ാമത്തെ വ്യവസായ വിപ്ലവം എന്ന് പറയുന്ന അധ്യായത്തിൽ നിന്ന് വന്ന ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം പറയുന്നത് 104-ാമത്തെ പേജിൽ. 104-ാമത്തെ പേജിലാണ് തുണി വ്യവസായ മേഖലയിൽ നടന്ന പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ. പ്രധാനമായിട്ട് അവിടെ 5 കണ്ടുപിടുത്തങ്ങളാണ് പറയുന്നത്. വിവിധ മേഖലകളിൽ കണ്ടുപിടുത്തം നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് തുണി വ്യവസായം. 2 ഇരുമ്പ് അല്ലെങ്കിൽ കൽക്കരി, ആവിശക്തി, ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ വ്യവസായ വിപ്ലവ കാലഘട്ടത്തിൽ വിവിധ കണ്ടുപിടുത്തങ്ങൾ നടന്നിരുന്നു. നമ്മൾ മുൻപുള്ള ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു വ്യവസായ വിപ്ലവം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിൽ എന്തുകൊണ്ട് ആരംഭിച്ചു എന്നുള്ള കാരണം നമ്മളവിടെ പറഞ്ഞു. ഇവിടെ നമ്മൾ പറയുന്നത് തുണി വ്യവസായ മേഖലയിൽ അന്ന് കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ. പ്രധാനമായിട്ടും 5 കണ്ടുപിടുത്തങ്ങളാണ് നടത്തുന്നത്. ആദ്യത്തേത് ജോൺ കെ. ഫ്ലൈയിങ് ഷട്ടിൽ എന്ന് പറയുന്ന എല്ലാ ഉപകരണങ്ങളും, ഇവിടെ നമ്മൾ പറയുന്ന എല്ലാ ഉപകരണങ്ങളും തുണി വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്. തുണി തുന്നാനോ അല്ലെങ്കിൽ തുണി നൂൽക്കാനോ, തുന്നൽ യന്ത്രമോ തുന്നൽ സൂചിയോ പോലെയുള്ള അങ്ങനത്തെ വിവിധ യന്ത്രങ്ങളാണ് ഇവിടെ എല്ലാം തന്നെ പറയുന്നത്. ഇപ്പോൾ ജോൺ കെ ആണ് ആദ്യമായിട്ട് കണ്ടെത്തിയത്. അദ്ദേഹം ഫ്ലൈയിങ് ഷട്ടിലാണ് കണ്ടെത്തിയത്, ഫ്ലൈയിങ് ഷട്ടിൽ. 2 ജെയിംസ് ഹാർഗ്രീവ്സ്. സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്ന യന്ത്രം, തുണി തുന്നുന്ന യന്ത്രം കണ്ടെത്തിയിട്ടുള്ളത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. 3-ാമത്തത് വാട്ടർ ഫ്രെയിം കണ്ടെത്തിയിട്ടുള്ളത് റിച്ചാർഡ് ആർക്ക്റൈറ്റിൻ്റെ സംഭാവനയാണ് വാട്ടർ ഫ്രെയിം. 4 മ്യൂൾ എന്ന് പറയുന്ന യന്ത്രം കണ്ടെത്തിയിട്ടുള്ളത് സാമുവൽ ക്രോംപ്റ്റൺ ആണ് മ്യൂൾ എന്ന് പറയുന്ന യന്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. 5-ാമത്തത് പവർ ലൂ എന്ന് പറയുന്ന യന്ത്രം കണ്ടെത്തിയിരിക്കുന്നത് എഡ്മണ്ട് കാർട്ട് റൈറ്റ്. ഈ 5 ആളുകൾ, ജോൺ കെ, ജെയിംസ് ഹാർഗ്രീവ്സ്, റിച്ചാർഡ് ആർക്ക്റൈറ്റ്, സാമുവൽ ക്രോംപ്റ്റൺ, എഡ്മണ്ട് കാർട്ട് റൈറ്റ്, ഇത്രയുമാണ് തുണി വ്യവസായ മേഖലയിൽ പ്രധാനമായും കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരുന്ന പ്രമുഖർ. ഫ്ലൈയിങ് ഷട്ടിൽ, സ്പിന്നിങ് ജെന്നി,
വാട്ടർ ഫ്രെയിം, മ്യൂൾ, പവർ ലൂം. ഇത്രയുമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കണ്ടുപിടുത്തങ്ങൾ. ഇവിടെ നമുക്ക് തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്നാൽ വ്യവസായ വിപ്ലവത്തിലെ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് ആവിയന്ത്രം വരും, അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ഫർണസ്, ആവി കൊണ്ട് ഓടുന്ന ട്രെയിൻ, തീവണ്ടി, ഇതെല്ലാം തന്നെ ലോകത്തിലെ ആദ്യത്തെ ഇരുമ്പ് പാലം വരുന്നത്, ഇതെല്ലാം തന്നെ വ്യവസായ വിപ്ലവത്തിൻ്റെ കാലത്തുണ്ടായ പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. ഇവിടെ നമുക്ക് തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. 5 കണ്ടുപിടുത്തങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇത്രയുമാണ് നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് വരുന്നത്. 3 ചോദ്യങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് നമുക്ക് ഉത്തരം എഴുതിയാൽ മതി. 3 ചോദ്യങ്ങൾ ഏതെങ്കിലും 2 എണ്ണത്തിന് നമുക്ക് ഉത്തരം എഴുതിയാൽ മതിയാകും.